ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വയനാട്ടിൽ നിന്നുള്ള ദുരന്തബാധിതർ മാർച്ച് നടത്തുന്നു. വളരെ സ്വാഭാവികമായ ഒരു ആവശ്യമാണ്. കാരണം കേരളം ചോദിച്ച പണം 2000 കോടി രൂപ കൊടുത്തില്ല, അതുപോലെ കടങ്ങൾ എഴുതി തള്ളിയില്ല. ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിന് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ചെയ്തില്ല. മാത്രമല്ല അതിൻ്റെ കൂടെ പല മറ്റു വികസന പ്രശ്നങ്ങളും 1972 വന്യജീവി നിയമ ഭേദഗതി ചെയ്യണം. വന്യമൃഗാക്രമണം ഇവിടെ ധാരാളമായി ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ അല്ലെങ്കിൽ തലശ്ശേരി മൈസൂർ റെയിൽവേ ഇതൊക്കെ സ്ഥാപിക്കാൻ അനുമതി കൊടുക്കണം. ഇതൊക്കെയാണ് ആവശ്യങ്ങളിലൊന്നും ഒരു തെറ്റുമില്ല. കാരണം ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അവർ ദുരന്തബാധിതരെ മാത്രമല്ല വയനാടിൻ്റെ മൊത്തം പ്രശ്നമായിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ. ഇവിടെ 2-3 ചോദ്യങ്ങളുണ്ട്. ഓക്കെ, കേരളം ചെയ്യേണ്ടതൊക്കെ ചെയ്തോ ദുരന്തബാധിതരെ സംബന്ധിച്ച് എന്നുള്ള ചോദ്യം വേറെ ഉണ്ട്. അതിപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഡൽഹിയിൽ നിന്ന് ഇത് കിട്ടാൻ നമ്മൾ ഇവിടുന്ന് ഒരാളെ പറഞ്ഞു വെച്ചിരുന്നു, ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു. ലക്ഷക്കണക്കിന് ഓണറേറിയവും വീടും സ്റ്റാഫും കാറും ഡ്രൈവറും ഒക്കെ കൊടുത്ത ഒരാളെ അങ്ങോട്ട് വിട്ടിരുന്നു. കെ.വി. തോമസ്, പ്രൊഫസർ കെ.വി. തോമസ് പലവട്ടം MP ആയും MLA ആയും മന്ത്രിയായും കേന്ദ്രമന്ത്രിയായും സംസ്ഥാന മന്ത്രിയും ഒക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് പാവപ്പെട്ട പെൻഷനാണ്. അദ്ദേഹത്തിന് 3 പെൻഷനേ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ 3 പെൻഷൻ. അദ്ദേഹം കോളേജ് അധ്യാപകനായിരുന്നതിൻ്റെ പെൻഷൻ കിട്ടും, അദ്ദേഹത്തിന് MLA ആയിരുന്നതിൻ്റെ എത്ര കൊല്ലത്തെ പെൻഷൻ കിട്ടും, MP ആയിരുന്നതിൻ്റെ പെൻഷൻ കിട്ടും. ഇതൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം വരും. അദ്ദേഹം വളരെ ഔദാര്യത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ശമ്പളം വേണം, ശമ്പളം വാങ്ങിച്ചാൽ ഈ പെൻഷൻ പോകും, അതുകൊണ്ട് ശമ്പളം വാങ്ങിയില്ല അദ്ദേഹം. എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ ഓണറേറിയം വാങ്ങിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ താമസം, യാത്രയൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് യാത്രപ്പടി ഒരു വർഷം 5,31,000 രൂപയാണ് കൊടുത്തിരുന്നത്. അത് ഒറ്റയടിക്ക് ഡബിളാക്കി 11.5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു. പാവം മനുഷ്യനല്ലേ. ഇത് ഇവിടെ വയനാട് ദുരന്തബാധിതർക്ക് ഈ പൈസ ചിലവാക്കിയാൽ മതിയായിരുന്നു. ഒരു വീടെങ്കിലും വെച്ചു കൊടുക്കായിരുന്നു, 4 വീട് വെച്ചു കൊടുക്കായിരുന്നു, അവിടെ വെച്ചു കൊടുക്കായിരുന്നു. അത് ചെയ്യില്ല. ഇവിടെ ഇങ്ങനെ ആളുകൾക്ക് കെ.വി. തോമസിന് ശമ്പളം കൂട്ടുന്നു, PSC മെമ്പർമാരുടെ ശമ്പളം ഇരട്ടിയാക്കുന്നു, പ്ലീഡർമാരുടെ ശമ്പളം ഇരട്ടിയാക്കുന്നു. ഇഷ്ടം പോലെ ചിലവ്. കയ്യിൽ കാശില്ല എന്ന് പറയും, കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന് പറയും. കേന്ദ്രം ചെയ്യുന്നില്ലെങ്കിൽ അതിനു വേണ്ടിയാണ് ഇയാളെ അങ്ങോട്ട് വിട്ടത്, സ്പെഷ്യൽ ഓഫീസറായിട്ട് വിട്ടത്. എന്നിട്ട് ഇയാൾ എന്തെങ്കിലും ചെയ്തോ? ഇയാളെ ഇവിടെ വിട്ടുകൊണ്ട് 5 പൈസയുടെ ഉപകാരം ഉണ്ടായില്ലല്ലോ. പക്ഷേ എന്തിനാ ഇത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണം? എന്താ കാര്യം? ഇദ്ദേഹം കോൺഗ്രസ് നിങ്ങോട്ട് വന്നു, തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ കൂടെ വന്നു, കേരളയിൽ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് മട്ടാഞ്ചേരിയിൽ നിന്ന് എത്താൻ വൈകി എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു, അതുപോലെ തമാശയൊക്കെ പറഞ്ഞു. അദ്ദേഹം പൊതുവെ ഒരു തമാശക്കാരനാണ്. ഏതായാലും ഇപ്പോഴെന്താ സംഭവിച്ചത്? ഇത്ര രൂപ അദ്ദേഹത്തിന് കൂട്ടി കൊടുക്കുന്നു ഒരു വശത്ത്, മറുവശത്ത് പോയി സമരം ഇരിക്കുന്നു. ഈ സമരത്തിൽ കെ.വി. തോമസ് പങ്കെടുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും MP-മാരൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. ആ സമരത്തിന് UDF പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. കാരണം തീർച്ചയായിട്ടും ദുരന്തബാധിതരുടെ കൂടെ എല്ലാവരും നിൽക്കണം. പക്ഷേ ദുരന്തബാധിതരുടെ ചെലവിൽ ഇങ്ങനെ നടത്തുമ്പോൾ ഈ ആളുകൾക്ക് നീതി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ശരിയായ പങ്ക് കേരളത്തിന് കിട്ടാൻ വേണ്ടി പോയിട്ടുള്ള ഈ ആൾക്ക്, കെ.വി. തോമസ് എന്ന് പറയുന്ന പഴയ മന്ത്രി MP MLA ഒക്കെ ആയിട്ടുള്ള ആൾക്ക് ഇനിയും പൈസ കൂട്ടിക്കൊടുത്താൽ അതിന് എന്ത് ന്യായീകരണമുള്ളതെന്നറിയില്ല. വേണ്ടപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കുന്ന കടുംപെട്ട രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. PSCയുടെ ശമ്പളയിലും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത് ഒരു അശ്ലീലമാണ് യഥാർത്ഥത്തിൽ എന്നേ പറയാൻ പറ്റും. അശ്ലീലമാണ് ഇവരൊക്കെ ശമ്പളം കൂട്ടി കൊടുക്കുന്നത്. PSCക്കാർക്ക് കൊടുക്കുന്നതും ഈ കെ.വി. തോമസിന് അലവൻസ് കൂട്ടിയതൊക്കെ അതിൽ ഏറ്റവും വലിയ അശ്ലീലം കെ.വി. തോമസിന് കൊടുത്തു തന്നെയാണ്. കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ടാത്തൊരു സാധനത്തിന് പിടിച്ച് ഇപ്പുറത്ത് കൊടുത്തു. എന്നിട്ടിപ്പോൾ എന്ത് പറ്റി നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ.വി. തോമസ് MLA MP ആയിട്ട് മത്സരിച്ച കാലത്ത് അദ്ദേഹത്തിന് ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പറ്റി. ലക്ഷമൊന്നും വന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ 2.5 ലക്ഷം വോട്ടിനാണ് ഹൈബീഡൻ ഇവിടെ ജയിച്ചത്. കെ.വി. തോമസ് ഇവിടെ MP ആയിരുന്നു നല്ലത്. അദ്ദേഹം CPM-ലേക്ക് വന്നു, അല്ലെങ്കിൽ LDF-ലേക്ക് വന്നു. എന്നിട്ട് ഒരു ഗുണം LDF-നുണ്ടായില്ല. ഇനി അയാൾക്ക് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും താല്പര്യം അതിനകത്തുണ്ടോ, ബിസിനസ് താല്പര്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം നമുക്കറിയാം ഇങ്ങനെ ചില വിഴിഞ്ഞം ഇടപാടൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബിസിനസ് ഡീല് നടത്തിയത് ഞാനാണെന്ന് അവകാശപ്പെട്ട ആളാണ് കെ.വി. തോമസ്. അപ്പോൾ അതുപോലെ വേറെ വല്ല ഡീലും, ഇപ്പോൾ ബ്രൂവറിയുടെ ഡീലോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡീലോ ഇതൊക്കെ നടത്തുന്നതുകൊണ്ടാണോ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ നികുതി പണമാണ് കൊടുക്കുന്നത്. വയനാട്ടുകാരുടെ പുനരധിവാസനം കിട്ടേണ്ട പണമാണ്, ആശാവർക്കറുടെ കൂലിയായിട്ട് കൊടുക്കേണ്ട പണം, ഓണറേറിയം കൊടുക്കേണ്ട പണമാണ്, പാചക തൊഴിലാളിക്ക് പണം കൊടുക്കേണ്ട പണമാണ്, മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ, സാധാരണ ഏറ്റവും പാവപ്പെട്ടവരുടെ പെൻഷൻ കൊടുക്കേണ്ട പണമാണ് ഇങ്ങനെ ധൂർത്തടിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആശാവർക്കർമാർ സമരം ഇന്ന് 12ാം ദിവസവും തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി എന്താണ്? ഗവൺമെൻറ് പ്രയോറിറ്റി ഒരിക്കലും കെ.വി. തോമസിനും PSC മെമ്പർമാർക്കും പൈസ കൊടുക്കലാവരുത്. ആദ്യത്തെ പ്രയോറിറ്റി ആശാ വർക്കേഴ്സിനും അതുപോലെ SC/ST ഗ്രാൻറ്റും അതുപോലെ പാചക തൊഴിലാളികൾക്കും പാചകം നടത്തിയ അധ്യാപകർക്കും കയ്യിൽ നിന്ന് കാശ് പോയ അധ്യാപകർക്കും ഒക്കെയാണ് കൊടുക്കേണ്ടത്. അത് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പണം ഇങ്ങനെ ചിലവാക്കും. മറുവശത്ത് ധനമന്ത്രി എന്ന് പറയും ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടുന്നില്ല, അതുകൊണ്ട് ഭയങ്കര ദാരിദ്ര്യം. എന്നിട്ട് കേന്ദ്രത്തിൽ നിന്ന് പൈസ മേടിക്കാൻ വെച്ച ആൾക്ക് പിന്നെ പൈസ കൂട്ടി കൊടുക്കും, 5ൻ്റെ പൈസ ഉപകാരമില്ല.